സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിലും ആറളം ഫാമിലെ 12-13 ബ്ലോക്കുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ആദിവാസി കുട്ടികൾ സ്കൂളിൽ പോകാതെ വീടുകളിൽ തന്നെ കഴിയുന്നു. കാട്ടാനകൾ വിഹരിക്കുന്ന കൊടും വനവും താണ്ടി 7 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് നടന്നുപോകാൻ സാധിക്കാതായതോടെയാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ഇവർ കൂട്ടത്തോടെ പഠനം ഉപേക്ഷിച്ചത്. ഇവർക്ക് വാഹനമേർപ്പെടുത്തിക്കൊണ്ടുള്ള ഗോത്രസാരഥി പദ്ധതി നിലച്ചതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. തൊട്ടടുത്ത കൃഷിയിടങ്ങളിലാണ് കഴിഞ്ഞ 6 മാസത്തിലേറെയായി കാട്ടാനക്കൂട്ടം വിഹരിക്കുന്നത്. കാട്ടാനകൾ പതിയിരിക്കുന്ന കാട്ടുവഴികളിലൂടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ മാതാപിതാക്കളും മടി കാണിക്കുകയാണ്. ഇവിടുന്ന് പോകണ്ടെങ്കിൽ കക്കോൻ്റെ അടുത്തേക്ക് പോകണം. അതിന് ഈ ആൾക്ക് ആനൻ്റെ ഇടയിൽ കൂടി മക്കൾക്ക് അത്ര പോകാൻ കഴിയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ സർവേയിൽ 2 ബ്ലോക്കുകളിലെ 50ഓളം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചതായി കണ്ടെത്തിയിരുന്നു. 50ഓളം കുട്ടികൾ ഈ മേഖലയിൽ കുട്ടികളിങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റാത്ത നിൽക്കുന്നുണ്ട്. ഇത്രയധികം കുട്ടികൾ കൂട്ടത്തോടെ പഠനം ഉപേക്ഷിച്ചിട്ടും ആരും വിഷയത്തിൽ ഇടപെടാത്തത് ഇവർ ആദിവാസി കുട്ടികളാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ആദിവാസികൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള കാഴ്ചപ്പാട് തിരുത്തപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആറളത്തു നിന്നും ക്യാമറാമാൻ ലിമേഷ് ചെറുവഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.